സ്വീകരണത്തിന് നിരോധിച്ച പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയത് വാങ്ങാതെ മന്ത്രി എം.പി. രാജേഷ്. ബൊക്കെ സ്വീകരിക്കാതെ ചട്ടലംഘനവും മന്ത്രി ചൂണ്ടിക്കാട്ടി. പാലക്കാട് കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രിയുടെ വിമർശനം. അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് കൊടുക്കുന്നതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് കൊടുക്കുക. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് 10,000 രൂപ വേണം. ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊടുക്കുന്നത്. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, നിരോധിത പ്ലാസ്റ്റിക് ബൊക്കെ വേണ്ട, ആ ഒരു നിലപാടിൽ തന്നെയാണ് മന്ത്രി, അല്ലേ? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഒരു പഞ്ചായത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കവേ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ ഈ ബൊക്കെ വേണ്ടെന്ന നിലപാട് എടുത്തിരിക്കുന്നത്. ഇത് ഈ സ്വാഭാവികമായ പൂക്കളാണ്, പക്ഷെ അതിന് ആവരണം ചെയ്തിരിക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ആണ്. ഈ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ കഴിയുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സർക്കാരിന്റെ ഉത്തരവുകൾ പല ഉദ്യോഗസ്ഥരും വായിച്ചു പോലും നോക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഈ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ഈ കർശന സ്വഭാവത്തോടു കൂടിയുള്ള വിമർശനങ്ങൾ നടത്തിയത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, ഈ 10,000 രൂപ പിഴ ഈ പഞ്ചായത്തിന് ഈടാക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മന്ത്രി പറയുന്നുണ്ട്, ഈ നിയമം നടപ്പിലാക്കേണ്ട പഞ്ചായത്ത് തന്നെയാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ അദ്ദേഹത്തിനെതിരെ പിഴ ചുമത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. ശരി.